ിക്കുന്ന പൊള്ളുന്ന 3 യാഥാർത്ഥ്യങ്ങൾ പറയാനാണ് വന്നത്. തളർന്നുകൂടാത്ത 3 യാഥാർത്ഥ്യങ്ങൾ. ഏറ്റവും ആദ്യത്തത്, ഒരാളും വരില്ലെന്നേ. നിങ്ങൾ ആരെയാണ് ഈ പ്രതീക്ഷിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരാൾ വരാനില്ല. വീണു പോയാൽ വീണിടത്തിട്ട് എങ്ങനെ ചവിട്ടാം എന്നതേ ഒപ്പം നിന്നവർ ഉൾപ്പെടെ ചിന്തിക്കുള്ളൂ എന്നത് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ അല്ലാത്ത വളരെ റെയറായ ജെം ഓഫ് എ പേഴ്സൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യം. അതല്ലാതെ കോമൺലി സംഭവിക്കുന്ന, നിങ്ങളൊന്ന് വീഴാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചെറുതായിട്ട് നിങ്ങളുടെ പാതയൊന്ന് ഇടറട്ടെ, നിങ്ങളുടെ കാലൊന്ന് ഇടറട്ടെ, നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? രണ്ടാമത്തേത്, നിങ്ങളെക്കുറിച്ച് മാറി നിന്ന് പറയുന്നവരായിരിക്കും 98%. അല്ലല്ല, അങ്ങനെയൊന്നും അല്ല എന്നൊന്നും പറയണ്ട. അങ്ങനെ അല്ലാത്തവർ ആ ബാക്കിയിരിക്കുന്ന ചെറിയ പെർസെൻറ്റേജിൽ മാത്രമുള്ളവരാണ്. അങ്ങനെയുള്ളവരാണ് കൂടുതൽ. അതായത് ഇപ്പോൾ നിങ്ങൾ എത്ര നല്ലത് ചെയ്താലും, നിങ്ങൾ ആരെ സഹായിച്ചാലും, നിങ്ങൾ ഒരുപാട് അവർക്ക് ഗുണം വരാൻ ശ്രമിച്ചാലും, അവരുടെ പിഴവ് കൊണ്ടാണെങ്കിലും അല്ല എങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത്, എന്ത് ചെയ്താലും പറയും, മോശം ചെയ്താലും പറയുമെങ്കിൽ പിന്നെ അവർ പറയാതിരിക്കുന്നു എന്നതിന് അർത്ഥമില്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തളരരുത്. എന്നാലും എന്നെ അങ്ങനെ അവർ പറഞ്ഞോളാമല്ലോ, എന്നെ അവരെന്തിനങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിക്കരുത്. ഒരു കാരണവശാലും ചിന്തിക്കരുത്. ലെറ്റ് ഇറ്റ് ബി. അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. പറഞ്ഞുകൊണ്ടിരിക്കുന്നവരവിടെ പറഞ്ഞുകൊണ്ടേയിരുന്നോളും. അത് അവരുടെ കൾച്ചറാണ്, അവരുടെ ജീവിത രീതിയാണ്. അവർ ജീവിച്ചു വന്ന, വളർന്നു വന്ന, അവരുടെ വായനയുടെ, അവരുടെ പഠനത്തിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ, സാമൂഹിക ചുറ്റുപാടിൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് അവരത് പറയുന്നത്. അവർക്ക് അങ്ങനെ പറയാനേ അറിയുള്ളൂ. അങ്ങനെ കരുതണം. നമ്മളങ്ങനല്ലോ. നമ്മളെക്കുറിച്ച് പറയുന്ന എല്ലാവരോടും നമ്മൾ മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നിനും സമയം കാണത്തില്ല. നമുക്ക് അതിന് മാത്രമേ സമയം കാണുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് എന്താ അറിയോ? നമ്മൾ ജീവിത യാഥാർത്ഥ്യങ്ങളിലെ ഏറ്റവും പൊള്ളുന്ന ഒരു സംഗതിയാണ്, നമ്മുടെ ഏറ്റവും അടുത്ത്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച്, നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നോവിക്കുക. പലരും അയ്യോ എന്തായാലും അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന അതിൻ്റെ അകത്തൊരു പോസിറ്റീവ് നോട്ടാണ്. നമ്മൾ എത്രമാത്രം ഒരാളെ സ്നേഹിക്കുന്നുവോ അയാൾ അത്രയും മാത്രം നമ്മളെ നോവിക്കുന്നതിൻ്റെ യഥാർത്ഥ റീസൺ നമ്മുടെ എക്സ്പെക്റ്റേഷൻസാണ്. അതങ്ങനെ മനസ്സിലാക്കൂ. അത്രയും മാത്രം സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ അത്രയും മാത്രം നോവാതിരിക്കാൻ കൂടി നമ്മൾ ശീലിക്കണം. എല്ലാം ഒരു ഒഴുക്കാണ്. ലൈഫ് എന്ന് പറയുന്നതേ ഒരു ഒഴുക്കാണ്.